അയോധ്യയിൽ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. 4 സഹോദരന്മാരുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ദശരഥൻ ചിന്തിച്ചു, എനിക്ക് പ്രായമായി വരികയാണ്. ഇനി ഞാൻ രാജ്യകാര്യങ്ങളിൽ നിന്ന് വിരമിച്ച് രാമനെ രാജാവാക്കുന്നതാണ് നല്ലത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ മന്ത്രിമാരോടും പ്രജകളോടും ആലോചിച്ചു. എല്ലാവർക്കും ആ ആശയം വളരെ ഇഷ്ടമായി. അവർ പറഞ്ഞു, അതെ, ഞങ്ങൾക്കും രാമനെ രാജാവാക്കണമെന്നാണ് ആഗ്രഹം. പിന്നീട് അദ്ദേഹം മഹർഷിമാരെ വിളിച്ച് ചോദിച്ചു, രാമനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ഏറ്റവും ശുഭമായ ദിവസം ഏതാണ്? അവർ മറുപടി പറഞ്ഞു, നാളെയാണ് ഏറ്റവും നല്ല ദിവസം. അത് വളരെ ശുഭദിനമാണ്. അപ്പോൾ ദശരഥൻ ചിന്തിച്ചു, ഭരതനും ശത്രുഘ്നനും അവധിക്കായി അവരുടെ മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നാളെ ഇത്രയും നല്ല ദിവസമായതിനാൽ അവർ ഇല്ലെങ്കിലും നമുക്ക് രാജാഭിഷേകം നടത്താം. എല്ലാവരും തെരുവുകളിലേക്ക് ഇറങ്ങി ആഘോഷം തുടങ്ങി. അവർ പാട്ടുപാടുകയും പൂമാലകൾ ഒരുക്കുകയും ചെയ്തു. എന്നാൽ ആ രാത്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാൻ ഇരിക്കുകയായിരുന്നു. രാമന്റെ നെറ്റിയിൽ രാജതിലകം, ഇന്ന് രാമന്റെ നെറ്റിയിൽ രാജതിലകം. തക്ദിൻ 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 താ. ഓ രാമന്റെ നെറ്റിയിൽ രാജതിലകം, ഇന്ന് രാമന്റെ നെറ്റിയിൽ രാജതിലകം. രാമനെ രാജാവായി അഭിഷേകം ചെയ്യാനിരിക്കുകയാണെന്ന വാർത്ത പരന്നപ്പോൾ ഭരതൻ്റെ മാതാവായ കൈകേയി അത് തൻ്റെ ദാസിയായ മന്ദരയിൽ നിന്ന് അറിഞ്ഞു. മന്ദര കൈകേയിയുടെ വിശ്വസ്ത ദാസിയായിരുന്നു. ആ വാർത്ത കേട്ട് കൈകേയി വളരെ സന്തോഷിച്ചു. അവർ പറഞ്ഞു, അത് വളരെ നല്ല വാർത്തയാണ്. രാമനെ രാജാവാക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ മന്ദര പറഞ്ഞു, ഓ കൈകേയി, നീ എത്ര വലിയ മണ്ടിയാണ്. രാമൻ രാജാവായാൽ കൗസല്യ രാജമാതാവാകും. അപ്പോൾ അവൾ നിന്നെ അപമാനിക്കും. ദശരഥൻ നിനക്ക് നൽകിയിരുന്ന 2 വരങ്ങൾ ഓർമ്മയില്ലേ? ഇപ്പോൾ അവ ആവശ്യപ്പെടുക. അങ്ങനെ കൈകേയി മന്ദരയുടെ വാക്കുകളിൽ വീണു. അവൾ ദശരഥനോട് തനിക്ക് വാഗ്ദാനം ചെയ്തിരുന്ന 2 വരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഓർക്കണം. ഒരിക്കൽ യുദ്ധത്തിനിടെ ദശരഥന് പരിക്കേറ്റപ്പോൾ കൈകേയി അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. അതിനുള്ള നന്ദിയായി ദശരഥൻ അവർക്ക് 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ കൈകേയി പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട, ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കാം. ഇപ്പോൾ ദശരഥൻ അതിയായ സന്തോഷത്തിലായിരുന്നു. അദ്ദേഹം കൈകേയിയോട് പറഞ്ഞു, ശരി, ഇപ്പോൾ ചോദിക്കൂ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. രാമൻ രാജാവാവുകയാണ്. അപ്പോൾ കൈകേയി പറഞ്ഞു, ആദ്യത്തെ വരം, രാമൻ 14 വർഷത്തേക്ക് വനവാസത്തിന് പോകണം. 2ാമത്തെ വരം, അയോധ്യയുടെ രാജാവാകേണ്ടത് രാമനല്ല ഭരതനായിരിക്കണം. ഇത് കേട്ട് ദശരഥൻ ഞെട്ടിപ്പോയി. താൻ കേൾക്കുന്നത് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ കൈകേയി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ദശരഥൻ അവളോട് യാചിച്ചു, ഇതിനു പകരം മറ്റെന്തെങ്കിലും ചോദിക്കൂ. പക്ഷേ അവർ പറഞ്ഞു, ഇല്ല, എനിക്ക് വേണ്ടത് ഇതുതന്നെയാണ്. അത് കേട്ട് ദശരഥൻ തളർന്ന് നിലത്തു വീണു.
അതിനുശേഷം രാമൻ ദശരഥൻ്റെ അടുത്ത് വന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, നമ്മുടെ വംശത്തിൽ രാജാവ് നൽകിയ വാക്ക് എപ്പോഴും പാലിക്കപ്പെടണം. അങ്ങ് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. അത് നിറവേറ്റാൻ ഞാൻ സഹായിക്കും. ഞാൻ സന്തോഷത്തോടെ 14 വർഷത്തേക്ക് വനവാസത്തിന് പോകാം. എൻ്റെ സഹോദരനായ ഭരതൻ മഹാനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം നല്ലൊരു രാജാവായിരിക്കും. അതുകൊണ്ട് അങ്ങ് ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. രാമനില്ലാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? രാമനില്ലാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ദശരഥനന്ദനൻ എൻ ജീവൻ, ദശരഥനന്ദനൻ എൻ ബന്ധം. രാമായൻ കണ്ണിൻ മണിയേ, ദശരഥനന്ദനൻ ജീവൻ, ദശരഥനന്ദനൻ എൻ ബന്ധം. രാമ എന്നിൻ കൺമണിയേ, രാമനില്ലാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? വേദനിക്കുന്നു എൻ ദേഹം, വിങ്ങുന്നു എൻ മനസ്സ്. വേദനിക്കുന്നു എൻ ദേഹം, വിങ്ങുന്നു എൻ മനസ്സ്. രാമനില്ലാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ദശരഥനന്ദനൻ ജീവൻ എൻ ബന്ധം. രാമ എൻ കണ്ണിൻ മൺമണിയേ, രാമനില്ലാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? രാമനില്ലാതെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? അതിനുശേഷം രാമൻ പുറത്തേക്ക് പോയി ലക്ഷ്മണനോട് വിവരം പറഞ്ഞു. അത് കേട്ട് ലക്ഷ്മണന് അതിയായ ദേഷ്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇത് നീതിയല്ല. അങ്ങാണ് മൂത്ത പുത്രൻ. ഒരു നല്ല രാജാവാകാൻ വേണ്ട എല്ലാ ഗുണങ്ങളും അങ്ങയ്ക്കുണ്ട്. ഞാൻ പോയി അച്ഛനോട് സംസാരിക്കാം. അപ്പോൾ രാമൻ പറഞ്ഞു, വേണ്ട, അച്ഛൻ ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. അത് നിറവേറ്റാൻ നാം അദ്ദേഹത്തെ സഹായിക്കണം. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ശരി, എന്നാൽ ഞാനും അങ്ങയോടൊപ്പം വനത്തിലേക്ക് വരാം. അതിനുശേഷം രാമൻ സീതയുടെ അടുത്ത് ചെന്ന് താൻ വനവാസത്തിന് പോവുകയാണെന്ന് അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ ഈ 14 വർഷവും കൊട്ടാരത്തിൽ തന്നെ കഴിയണം. വനത്തിലെ ജീവിതം എളുപ്പമല്ല. ഞാൻ തിരികെ വരാം. പക്ഷേ സീത പറഞ്ഞു, ഇല്ല, ഞാനും അങ്ങയോടൊപ്പം വരും. അപ്പോൾ രാമൻ പറഞ്ഞു, വനത്തിലെ ജീവിതം വളരെ കഠിനമായിരിക്കും. അവിടെ കാട്ടുമൃഗങ്ങളുണ്ടാകും. പലവിധ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും നേരിടേണ്ടി വരും. കൊട്ടാരത്തിൽ ഒരു രാജകുമാരിയായും രാജ്ഞിയായും നിനക്ക് പല സൗകര്യങ്ങളുമുണ്ട്.
നീ അതാണ് ശീലിച്ചിരിക്കുന്നത്. അവയെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ സീത പറഞ്ഞു, രാമാ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് എവിടെയാണോ അവിടെയാണ് എനിക്ക് എൻ്റെ വീട്. അത് വനമായാലും മരുഭൂമിയായാലും കൊട്ടാരമായാലും എനിക്ക് പ്രശ്നമില്ല. അങ്ങയോടൊപ്പം കഴിയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അങ്ങുള്ളിടത്ത് ഞാൻ സന്തോഷവതിയാണ്. സീതയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമന് ഇനി അവളോട് വേണ്ട എന്ന് പറയാൻ കഴിഞ്ഞില്ല. നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും രാമാ? നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും രാമാ? നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നീ വനത്തിൽ ഞാൻ നന്ദപുരത്തിൽ, നീ വനത്തിൽ ഞാൻ നന്ദപുരത്തിൽ. ഇതെങ്ങനെ സാധ്യമാകും? നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും രാമാ? ഇതെങ്ങനെ സാധ്യമാകും? ഓ എൻ സ്വാമി, നീയേ എൻ പ്രാണൻ. ഓ എൻ സ്വാമി, നീയേ എൻ പ്രാണൻ. എങ്ങനെ ഞാൻ ജീവിക്കും? എങ്ങനെ ഞാൻ ജീവിക്കും? നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും രാമാ? നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും രാമാ? നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട രാമാ. നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട. നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട രാമാ. നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട രാമാ. നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട. വീട്ടിൽ ശൂന്യത, മനസ്സിൽ ശൂന്യത. വീട്ടിൽ ശൂന്യത, മനസ്സിൽ ശൂന്യത. നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട രാമാ.
ഞങ്ങളും നിനക്കൊപ്പം വരാം, നിന്നോടൊപ്പം തന്നെ ജീവിക്കാം. ഞങ്ങളും നിനക്കൊപ്പം വരാം, നിന്നോടൊപ്പം തന്നെ ജീവിക്കാം. നിന്നോടൊപ്പം തന്നെ തിരികെ വരാം അയോധ്യയിലേക്ക്. നിന്നോടൊപ്പം തന്നെ തിരികെ വരാം അയോധ്യയിലേക്ക്. നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട രാമാ. നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട. നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട രാമാ. നീയില്ലാത്ത അയോധ്യ ഞങ്ങൾക്കു വേണ്ട. അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും വനത്തിലേക്ക് നടന്നു തുടങ്ങി. അയോധ്യയിലെ ജനങ്ങൾ എല്ലാവരും അവരുടെ പിന്നാലെ നടന്നു. അവർ പറഞ്ഞു, രാമനില്ലാത്ത ഒരു രാജ്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഞങ്ങളും അങ്ങയോടൊപ്പം വനത്തിലേക്ക് വരും. അങ്ങയെ വിട്ട് ഇവിടെ താമസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാമൻ അവരെ പലവിധം മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. അങ്ങനെ അവർ രാമൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നു. അവസാനം അവർ ഒരു നദീതീരത്തെത്തി. അപ്പോൾ രാമൻ പറഞ്ഞു, ശരി, ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും ഇവിടെ വിശ്രമിക്കാം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ രാമൻ ലക്ഷ്മണനെയും സീതയെയും ഉണർത്തി പറഞ്ഞു, ഈ ജനങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. എന്നെ പിന്തുടർന്ന് അവർ കഷ്ടപ്പെടേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആരും അറിയാതെ നിശബ്ദമായി ഇപ്പോൾ തന്നെ പുറപ്പെട്ടു പോകാം. അതിനുശേഷം അദ്ദേഹം ഒരു പടവ വിളിപ്പിച്ചു. രാമനും സീതയും ലക്ഷ്മണനും മൂവരും നിശബ്ദരായി നദി കടന്ന് വനത്തിലേക്ക് യാത്ര തുടർന്നു. അയോധ്യയിൽ തിരിച്ചെത്തിയ ശേഷം ദശരഥൻ രാമനെ ഓർത്ത് നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കഴിഞ്ഞില്ല. ക്രമേണ അദ്ദേഹം രോഗബാധിതനായി. ഒടുവിൽ ഒരു ദിവസം അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ഭരതനെ വിളിച്ചു വരുത്താൻ ആളുകളെ അയച്ചു. മുത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയ ഭരതൻ നടന്നതെല്ലാം അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതെല്ലാം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ അറിയിക്കാതിരുന്നത്? രാമനെപ്പോലെ മഹാനായ ഒരാൾ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ രാജാവാകുമെന്ന് നിങ്ങൾ കരുതി? ഞാൻ ഒരിക്കലും രാജാവാകില്ല. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, ഞാൻ വനത്തിലേക്ക് പോയി എൻ്റെ സഹോദരനായ രാമനെ തിരികെ കൊണ്ടുവരും. അങ്ങനെ ഭരതൻ്റെ പിന്നാലെ എല്ലാവരും വനത്തിലേക്ക് യാത്രയായി. എല്ലാ രാജ്ഞിമാരും മഹർഷിമാരും പ്രജകളും അദ്ദേഹത്തോടൊപ്പം പോയി. കുറേ ദൂരം നടന്ന് അന്വേഷിച്ച് അവർ രാമൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഭരതൻ രാമൻ്റെ അടുത്തെത്തി പറഞ്ഞു, ചേട്ടാ, എനിക്ക് രാജ്യം ഭരിക്കാൻ കഴിയില്ല. അങ്ങാണ് ഏറ്റവും മഹാനായവൻ. അങ്ങ് തന്നെയാണ് അയോധ്യയുടെ രാജാവാകേണ്ടത്. ദയവായി തിരികെ വന്ന് രാജ്യം ഭരിക്കണം. അപ്പോൾ രാമൻ പറഞ്ഞു, പ്രിയ സഹോദരാ, നമ്മുടെ പിതാവ് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ രാജവംശം നൽകിയ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറാത്ത വംശമാണ്. ആ വാക്കിനെ ഞാൻ മാനിക്കണം. അതുകൊണ്ട് ഞാൻ വനത്തിൽ തന്നെ തുടരും. നീ അയോധ്യയിലേക്ക് മടങ്ങി 14 വർഷം രാജ്യം നന്നായി പരിപാലിക്കണം. അപ്പോൾ ഭരതൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും രാജാവാകില്ല. അങ്ങയുടെ പാദുകങ്ങൾ എനിക്ക് നൽകൂ. ഞാൻ അവ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് അങ്ങയുടെ പ്രതിനിധിയായി രാജ്യം ഭരിക്കും. രാമൻ അതിന് സമ്മതിച്ച് തൻ്റെ പാദുകങ്ങൾ ഭരതന് നൽകി. ഭരതൻ ആ പാദുകങ്ങൾ ഭക്തിപൂർവം തലയിൽ ചുമന്ന് അയോധ്യയിലേക്ക് മടങ്ങി. അയോധ്യയിൽ തിരിച്ചെത്തിയ ശേഷം
ഭരതൻ രാമൻ്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. അവയ്ക്ക് ഒരു പൂമാല അണിയിച്ച് രാജാവിൻ്റെ സ്ഥാനത്ത് പാദുകങ്ങളെ തന്നെ രാജാഭിഷേകം ചെയ്തു. തൻ്റെ സഹോദരൻ വനത്തിൽ കഷ്ടതകൾ സഹിച്ച് കഴിയുമ്പോൾ താൻ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്നത് ശരിയല്ലെന്ന് ഭരതൻ കരുതി. അതുകൊണ്ട് അദ്ദേഹം നിലത്താണ് ഉറങ്ങിയത്. എല്ലാ ദിവസവും അദ്ദേഹം ഭക്തിയോടെ രാമൻ്റെ പാദുകങ്ങളെ വണങ്ങുമായിരുന്നു. എന്നാൽ രാജാവിൻ്റെ എല്ലാ കടമകളും അദ്ദേഹം ആത്മാർത്ഥമായി നിർവഹിച്ചു. പ്രജകളെ നന്നായി സംരക്ഷിക്കുകയും അവരുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്തു. ശത്രുക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അയോധ്യയെ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു. ഇങ്ങനെയായിരുന്നു ഭരതൻ്റെ മഹത്തായ സ്വഭാവവും സഹോദര സ്നേഹവും ധർമ്മനിഷ്ഠയും. രാമന്റെ പാതുകകൾ രാജാവത്രേ, ഭരതൻ ഞങ്ങൾക്കായി സേവനം ചെയ്യുമത്രേ. രാമന്റെ പാതുകകൾ രാജാവത്രേ, ഭരതൻ ഞങ്ങൾക്കായി സേവനം ചെയ്യുമത്രേ. മംഗളമാമയോധ്യാവാസം രാമൻ ജനമനസ്സിൽ വിരാജിക്കുന്നു. മംഗളമാമയോധ്യാവാസം രാമൻ ജനമനസ്സിൽ വിരാജിക്കുന്നു. രാമന്റെ പാതുകകൾ രാജാവത്രേ, ഭരതൻ ഞങ്ങൾക്കായി സേവനം ചെയ്യുമത്രേ. രാമന്റെ പാതുകകൾ രാജാവത്രേ, ഭരതൻ ഞങ്ങൾക്കായി സേവനം ചെയ്യുമത്രേ. അതേസമയം വനത്തിൽ രാമനും ലക്ഷ്മണനും സീതയും നിരവധി മഹർഷിമാരെ കണ്ടുമുട്ടി. അവരിൽ ഒരാളായ ഭരദ്വാജ മഹർഷി അവരോട് ഇങ്ങനെ പറഞ്ഞു: പഞ്ചവടി എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു ആശ്രമം നിർമ്മിച്ച് താമസിക്കൂ. അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും വനത്തിൻ്റെ ഉള്ളിലേക്ക് യാത്ര തുടർന്നു.